പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പകൽക്കാലത്തിൽ ദൈവത്തിന്റെ ഐശ്വര്യമായ വചനം നമ്മൾ കേൾക്കുവാനും നമ്മളോട് അത് ശുശ്രൂഷ ചെയ്യുവാനുമായി വലിയ താല്പര്യത്തോടെ ആയിരിക്കാം കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ മധ്യേ ദൈവം നൽകിയ ആലോചനകളെ, ദൈവത്തിന്റെ സന്ദേശത്തെ നൽകി തരുവാനും ശുശ്രൂഷിക്കുവാനും ദൈവത്തിന്റെ ദാസൻ ബ്രദർ ജിതേഷ് വി, അദ്ദേഹത്തെ ദൈവം ശക്തമായി നമ്മുടെ മധ്യേ ഉപയോഗിച്ചു. ശക്തമായ ദൈവിക സന്ദേശങ്ങളൊക്കെ കേൾക്കുവാനും കൈമാറ്റം ചെയ്യുവാനും ഒക്കെ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിലും ദൈവം നൽകിയ ആലോചനകൾക്കായി, ദൈവത്തിൽ നിന്നൊരു പുതുക്കത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി ബ്രദർ ജിതേഷ് വിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തരുന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഓൺലൈനിലൂടെ നമുക്ക് ദൈവവചനം ശ്രവിക്കാൻ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനും സഭയോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. നാം ദൈവസന്നിധിയിൽ വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെയൊക്കെ ആയിരിക്കും നാം കടന്നു വരുന്നത്. ആ അവസരങ്ങളിലൊക്കെയും ദൈവം നമ്മളോട് സംസാരിക്കാൻ വിശ്വസ്തനാണ്. ആര് പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ ഏത് വചനം പ്രസംഗിക്കുന്നു അല്ല. ഒത്തിരി പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നത്തെ വചനം എനിക്ക് അറിയുന്നൊരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഇന്നത് പ്രസംഗിക്കാൻ പോകാമെന്ന് എനിക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു ഒക്കെ പറയും. പക്ഷേ വേർഡ് ഓഫ് ഗോഡ് വളരെ ഡൈനമിക്കും അലൈവുമാണ്. അത് നമ്മളോട് ശുശ്രൂഷ ചെയ്യുന്ന മെത്തഡോളജിയിൽ നമ്മളൊരു ഓപ്പൺ ഹാർട്ടോടെ ഇരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. ആ ശബ്ദം കേൾക്കുവാൻ, അതിനെ ഡെസിഫർ ചെയ്യുവാൻ നമ്മുടെ മനസ്സിന് നമ്മൾ ഒരവസരം നൽകണം. നമ്മുടെ ആത്മാവിനെ അതിലേക്ക് ട്യൂൺ ചെയ്യുക എന്ന് പറയും. എന്നൊക്കെ പറയുന്ന പോലെ നാം അതിലേക്കൊരു ചായ്ഞ്ഞ് നിൽക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്പിരിറ്റ് നമ്മളോട് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് പകൽ സമയം എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ക്യാരക്ടറാണ് എബേസ് അല്ലെങ്കിൽ ജാബസ്. വളരെ കുറച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എബേസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് എല്ലാവരും വാക്യങ്ങൾ പോലും കുഞ്ഞുങ്ങൾ ബൈഹാർട്ടായിട്ട് പറയുന്നൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇൻട്രഡക്ഷൻ മാത്രം ഒന്ന് വായിക്കാം. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 4 verse 9 to 10. Jabez was more honorable than his brothers. His mother has named him Jabez, saying, I gave birth to him in pain. Jabez cried out to the God of Israel, Oh, that you would bless me and enlarge my territory. Let your hand be with me and keep me from harm, so that I will be free from pain. അതിൻ്റെ ഇങ്ങനെയാണ് കൺക്ലൂഡിങ് വേഴ്സ്, ആൻഡ് ഗോഡ് ഗ്രാൻറ്റഡ് ഹിസ് റിക്വസ്റ്റ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഇമ്മീഡിയറ്റ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റെസ്പോൺസ് ദൈവത്തിൽ നിന്ന്. 40 days ഒന്നും കാത്തിരിക്കാൻ പറ്റില്ല. ഇപ്പോട്ടെ 3 days പോലും നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല ഉപവാസത്തോടെ. വി വോണ്ട് ഗോഡ് ടു ആൻസർ തിങ്സ് ഇമ്മീഡിയറ്റ്ലി. സോ ദാറ്റ് കീപ്സ് us ഇൻ എ പൊസിഷൻ ഓഫ് ഡെസ്പറേഷൻ. ആ ഇമ്മീഡിയറ്റ് റിപ്ലൈന് നമ്മൾ കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഇമ്മീഡിയറ്റ് റിപ്ലൈൻ്റെ ആ റെസ്പോൺസ്, ദൈവത്തിൻ്റെ റെസ്പോൺസിന് വേണ്ടി ചെയ്യുമ്പോൾ, ഒരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ദൈവം നമ്മുടെ പ്രയറിന് റിയാക്റ്റ് ഒരിക്കലും ചെയ്യില്ല. നമ്മൾ ഒരിക്കലും ദൈവം നമുക്കൊരു അത്യാവശ്യ ഘട്ടം വന്നു, ദൈവം ഇത് ഒരിക്കലും സംഭവിക്കരുതേ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ദൈവത്തിൻ്റെ റിയാക്ഷനൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ റെസ്പോൺസ് വളരെ ഫേം ആൻഡ് ക്വയറ്റ് ആൻഡ് ടൈംലി ആയിരിക്കും. അതാ പറയണം, തക്ക സമയത്ത് നമ്മളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താന്നിരിപ്പീൻ. അപ്പോൾ ആ റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ ആ റെസ്പോൺസ് ടൈം ദൈവത്തിൻ്റെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇതിനകത്തൊരു ചാലഞ്ച് നമുക്ക് വരുന്നത്. ഇപ്പം നമ്മൾ പറയും, ഞാൻ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്. കാരണം അത് നമ്മൾ ആഗ്രഹിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രെയറാണ്. അതിൻ്റെ റെസ്പോൺസ് ടൈം ഹൈ ആണ്. കാരണം അത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വ്യക്തി വിശ്വാസി വരാനോ അല്ല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ
ദൈവം ചില കാര്യങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് തരുന്നു, ചിലതിനൊക്കെ ടൈം എടുക്കുന്നു. അതിന് ദൈവികമായ പർപ്പസ് ഉണ്ട്. അത് നമുക്ക് അറിയാത്ത കാര്യമായതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവം റെസ്പോൺസീവായിട്ട് വളരെ ടക്കെന്ന് പറഞ്ഞ് ആൻസർ ചെയ്തൊരു കാര്യമായിട്ടാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. അതിന് ടൈം ഫ്രെയിം ഇവിടെ എഴുതിയിട്ടില്ല. സോ വി അസ്യൂം ദാറ്റ്, കാരണം ബൈബിൾ സൈലൻ്റ് ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ സൈലൻ്റ് ആയിരിക്കുന്നത് എപ്പോഴും നല്ലത്. ആൻഡ് ഗോഡ് ഗ്രാൻറ്റഡ് ഹിസ് റിക്വസ്റ്റ് എന്നാണ്, ഓർ ഗോഡ് ഗ്രാൻറ്റഡ് ഹിസ് റിക്വസ്റ്റ് ആഫ്റ്റർ 40 years, അങ്ങനെയൊന്നും പറയുന്നില്ല. So we can conclude in a sense stating that God has granted his request on an immediate level. അപ്പോൾ അതിലിങ്ങനെയാണ്, ജാബസ് വാസ് മോസ്റ്റ് ഓണറബിൾ പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാക്കുകൾ കൊണ്ട് എബേസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നില്ല. വേറെ എവിടെയും എബേസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. സഡൻലി എബേസ് ഇങ്ങനെ വരുന്നു, പിന്നെ അതേപോലെ പോയി. വേറെ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പോലും നമ്മളതിൻ്റെ കൂടുതൽ റെഫറൻസസ് ഒന്നും കാണുന്നില്ല. അപ്പം എബേസിനെ കുറിച്ചെന്ന് വെച്ചാൽ എബേസ് വാസ് മോസ്റ്റ് ഓണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. അപ്പം താനൊരു മാന്യനായ ഒരു വ്യക്തിയായിട്ടാണ് ദൈവവചനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ എബേസിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊന്ന്. രണ്ട്, തൻ്റെ മാതാവ് തന്നെ സങ്കടത്തിൽ പ്രസവിച്ചതാണ്. ഐ ഹാവ് ബോർ ഹിം ഇൻ പെയിൻ, ഐ ഹാവ് നെയിംഡ് ഹിം എബേസ് മീൻസ് ഗ്രീഫ് ആൻഡ് സോറോ. അപ്പോൾ തൻ്റെ ജീവിതം സങ്കടം നിറഞ്ഞതും വേദന നിറഞ്ഞതും. ഒരു പക്ഷേ പെർഹാപ്സ് ആൾക്കാർ പറയുന്നത് തൻ്റെ സർക്കംസ്റ്റൻസ് ഓഫ് ബർത്ത് ആയിരിക്കും, തൻ്റെ ജനനമുണ്ടായ സമയത്തുള്ള പ്രതിസന്ധികളായിരിക്കാം, പ്രസവത്തിൻ്റേതായ ആ സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ തൻ്റെ പിതാവ് മരണപ്പെടാനിടയായി, പിതാവ് താൻ ജനിക്കുന്ന സമയത്തില്ല. അപ്പോൾ ആ പിതാവില്ലാതെ ജീവിക്കേണ്ട ഒരവസ്ഥ തൻ്റെ ലൈഫിൽ. ഐദർ ഓഫ് ദീസ് ടു എന്നാണ് പോസിബിളി ദ ബെസ്റ്റ് നോൺ റീസൺസ് എന്ന് പറയുന്നത്. വി ഡോണ്ട് നോ, because Bible is not intending us to explain it, but it explains certain other things which Jabez had in his life. First of all, he was most honorable than his brother, so he had a huge family. അതിലെല്ലാം താൻ മാന്യനായിട്ട് ഇരുന്നു. അപ്പം താൻ എന്നിട്ട് his mother named him Jabez, saying, I have given birth to him in pain. Of course, അപ്പം അതിനൊരു പ്രത്യേകതയൊന്നുമില്ല, because everybody gives birth in pain. ഇന്നത്തെ ലെവലിൽ വച്ച് നോക്കുമ്പോൾ അതിന് കുറേ എന്താ പറയുക സാവകാശങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു ബർത്ത് എപ്പോഴും ഒരു പെയിൻഫുള്ളാണ്. അത് എന്താ പറയുക വിറ്റ്നസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആ പ്രൊസീജിയറിലിരിക്കുന്നവർക്ക് അതൊരു പുതിയ തരമല്ല. പക്ഷേ ഇവിടെ ആ ഒരു പെയിൻ താങ്ങാൻ വയ്യാത്തതുകൊണ്ട് തൻ്റെ മാതാവ് തനിക്ക് ഇട്ടിരിക്കുന്ന പേരാണ് ക്രൈഡ് ഔട്ട് ടു ഗോഡ് ഓഫ് ജാബേസ് ക്രൈഡ് ഔട്ട് ടു ദ ഗോഡ് ഓഫ് ഇസ്രായേൽ. അപ്പോൾ തൻ്റെ ഉള്ളിൽ താൻ ജനിച്ചു കഴിഞ്ഞിട്ട് താൻ ഓണറബിളായിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ, പിന്നെ എന്തിനാണ് കരയുന്നത്? തൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു ആവശ്യമില്ലല്ലോ. പക്ഷേ ആ എബേസിൻ്റെ പ്രാർത്ഥന ദൈവത്തോട് തൻ്റെ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി, അതെന്താണ്? അപ്പോൾ ദൈവം നമ്മുടെ പ്ലഷേഴ്സിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം നാം മോശമായി പോകും, അല്ലെങ്കിൽ ദൈവം എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ലൈഫ് സ്മൂത്താക്കാനോ ലൈഫ് കംപ്ലീറ്റ്ലി എന്താ പറയുക ഇന്നത്തെ പോയിൻ്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ ഒരു സെൻസേർഡ് ലൈഫ് അല്ലെങ്കിൽ ഐഫോൺ ഐപാഡ് അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുള്ളത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എല്ലാവരുടെ ജീവിതത്തിൽ ഐപാഡ് വേണമെന്നും എല്ലാവരുടെ ജീവിതത്തിൽ ഐഫോൺ വേണമെന്നും എല്ലാവരും ഒരു ഇൻ്റലക്റ്റ് ആയിട്ട് അങ്ങനെ ദൈവം ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഗോഡ് ഡസ് തിങ്സ് ഇൻ ഹിസ് ഗുഡ് പ്ലഷർ എന്നാണ് പറയുന്നത്. സോ ആ വണ്ടർഫുൾ പ്രോമിസസിലേക്ക് എല്ലാവരും അപ്സ് ആൻഡ് ഡൗൺസ് അവരുടെ ലൈഫിൽ ദൈവം കൊടുക്കുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം പറയുന്നത്, therefore I say to you, whatever you desire when you pray, believe that you have received it. അല്ലേ? അപ്പം നിങ്ങൾ എന്താണോ ഡിസയർ ചെയ്യുന്നത് അത് റിസീവ് ചെയ്യുക. അപ്പം ഇവിടെ പറയുന്ന ശരിക്കും ഒരു ഇംഗ്ലീഷിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പം നീഡ്, വാണ്ട് ആൻഡ് ഡിസയർ എന്നാണ് മാർക്കറ്റിംഗ് കാറ്റഗറൈസേഷൻ വരുന്നത്. നീഡ് എന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യമുള്ളത്. അപ്പം ആ നീഡ് എന്ന് വെച്ചാൽ ക്ലോത്തിങ്, ഷെൽട്ടർ ആൻഡ് ഫുഡ്. ഈ 3 കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ബേസിക് നീഡ്സ്. വാണ്ട് എന്ന് പറഞ്ഞാൽ സംതിങ് എക്സ്ട്രാ, ദാറ്റ് ഐ വാണ്ട് എ ഹൗസ്, ഐ വാണ്ട് എ ഷെൽട്ടർ, ബട്ട് ഐ എം ലുക്കിംഗ് അറ്റ് എ ഇൻഡിപെൻഡൻറ്റ് ഹൗസ്. ഡിസയർ ഇസ് ലൈക്ക് ഐ എം ലുക്കിംഗ് അറ്റ് എ ബംഗ്ലോ. അപ്പോൾ ആ ഒരു കാറ്റഗറൈസേഷനിൽ ഇതിൽ ഡിസയറാണ് ഹയ്യസ്റ്റ് ഗ്രേഡിലാണ് പറയുന്നത്. നിങ്ങളുടെ നീഡ് മാത്രമല്ല, നിങ്ങളുടെ വാണ്ട് മാത്രമല്ല, ആവശ്യമുള്ളതല്ല, അത്യാവശ്യമുള്ളതും ആവശ്യമുള്ളതും നിങ്ങൾക്ക് ഡിസയർ ചെയ്യാൻ പറ്റുന്ന, ആഗ്രഹിക്കുന്നതല്ല. ദൈവം പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുമെന്നാണ്.
സോ ദ ഡിസയർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഹയസ്റ്റ് നീഡ് നമ്മൾ പറയും ബേസിക് ആയിട്ടുള്ള പുള്ളിക്ക് എന്തോ വേണ്ട, പുള്ളിക്ക് വീട്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. അപ്പോൾ ഡിസയർ, അപ്പോൾ എന്താണ് ദൈവം മെറ്റീരിയലിസ്റ്റിക് ഡിസയർ ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്? നോ, അബ്സല്യൂട്ട്ലി നോ. ദൈവം അത് ഒരിക്കലും അങ്ങനെ മെറ്റീരിയലിസ്റ്റിക്കലി ബ്ലസ്സഡ് ആകണമെന്ന് ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സാഹചര്യം, ഇഫ് ഇറ്റ് അഫക്ട്സ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ഗോഡ് വിൽ ഷ്യൂർലി ബ്ലസ് ഇറ്റ്. ബട്ട് ഗോഡ് ഡസ് നോട്ട് എന്താ പറയുക, ഒരു 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 സ്ട്രോങ് ഹോൾഡായിട്ട് ദൈവം കീപ്പ് ചെയ്യുന്നില്ല. എന്ത് എല്ലാവരും മെറ്റീരിയലിസ്റ്റിക്കലി ബ്ലസ്ഡ് ആണെന്നോ? അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ ഇമ്മീഡിയറ്റ്ലി 12 ശിഷ്യന്മാരിൽ ആരും ബ്ലസ്ഡ് ആയിട്ട് കാണുന്നില്ല. സോ യു നീഡ് ടു ടേക്ക് ദാറ്റ് ഇൻ ടു അക്കൗണ്ട്. വേറെ ആരെക്കുറിച്ച് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോഴും 12 പേര് വാസ് ഇൻ ദി ഇന്നർ സർക്കിൾ, അതിൽ 3 പേര് റിയലി ഇന്നർ സർക്കിളായിരുന്നു. അവർ പോലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നില്ലെങ്കിൽ, ഡു യു റിയലി തിങ്ക് ദറ്റ് ഗോഡ് ഡിസയേഴ്സ് ഇറ്റ്? ദാറ്റ് സംതിങ് റിയലി വി ഓട്ട് ടു തിങ്ക് അബൌട്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് പറയുന്ന ദൈവം അവരെ ബ്ലസ് ചെയ്തു, ആൻഡ് അവരൊത്തിരി കഷ്ടതയിലായിരുന്നു, എങ്കിലും ദൈവം അവരെ അനുഗ്രഹിച്ചു. അബ്സല്യൂട്ട്ലി ഫൈൻ, ഐ എം ഗുഡ്. അവർ ആ കഷ്ടതയിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചത് ഇസ് ഗുഡ് ഫോർ മീ. ഐ ഹാവ് നത്തിങ് എഗെയിൻസ്റ്റ് ഇറ്റ്. പക്ഷേ അത് ദൈവത്തിൻ്റെ ഡിസയർ ആണെന്നും അതിലേക്കാണ് ദൈവം നാം നയിക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു പിടിവാശി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദെൻ ഇറ്റ്സ് ലൈക്ക് എൻ ഐഡൽ. യു നീഡ് ടു സ്റ്റോപ്പ് ദാറ്റ് റൈറ്റ് നൗ. സോ ഇവിടെ എഴുതിയിരിക്കുന്നത് എബേസ് ക്രൈഡ് ഔട്ട് ടു ദ ഗോഡ് ഓഫ് ഇസ്രായേൽ, അല്ലേ? എന്താണ് എഴുതിയിരിക്കുന്നത്? ഓ ദാറ്റ് യു വുഡ് ബ്ലെസ് മീ ആൻഡ് എൻലാർജ് മൈ ടെറിട്ടറി. അപ്പോൾ ആ ഫസ്റ്റ് എബേസിൻ്റെ ആ പെറ്റീഷൻ ഇതെന്ന് വെച്ചാൽ ദൈവം ബ്ലെസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഡിസയർസിനെ എല്ലാം ദൈവം തരാൻ. അതാണ് യു വിൽ ബി ബ്ലെസ്ഡ് വെൻ യു കം, യു വിൽ ബി ബ്ലെസ്ഡ് വെൻ യു ഗോ എന്നൊക്കെ പറയുന്നുണ്ട്. ലൂക്കോസിൽ പറയുന്നുണ്ട്, ഫിയർ നോട്ട് ലിറ്റിൽ ഫ്ലോക്ക്, ഫോർ ഇഫ് ഇറ്റ് ഈസ് യുവർ ഫാദേഴ്സ് ഗുഡ് പ്ലഷർ ടു ഗിവ് യു ദ കിങ്ഡം. ഇപ്പോൾ ദൈവരാജ്യം തരാൻ ഫാദറിന് ഗുഡ് പ്ലഷറാണെന്ന്. ദൈവരാജ്യത്തിൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ദൈവം എല്ലാം ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. സോ ദ ബ്ലെസ്സിങ് ഓഫ് ഗോഡ് ആർ കണ്ടീഷണൽ അപ്പോൺ മൈ hearkening unto God and walking in His ways, obeying all His commandments and being a part of His kingdom. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ, ഓ ദാറ്റ് യു വുഡ് ബ്ലെസ് മീ ആൻഡ് എൻലാർജ് മൈ ടെറിട്ടറി. നമ്മൾ വിചാരിക്കും കുറച്ച് സ്ഥലം എൻലാർജ് ചെയ്ത് കിട്ടുന്നതിനെക്കുറിച്ചാണ് എബേസ് പ്രാർത്ഥിക്കുന്നതെന്ന്. നെവർ. എബേസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പുതിയ നിയമത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ, അത് ലുക്കിംഗ് ഇറ്റ് ഫ്രം ദ കിങ്ഡം കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നോക്കുകയാണെങ്കിൽ, it is to give a broader vision to me, God. I want not a very simple vision, but a broader vision on the ministry, on the things in my life, because I don't want to replicate what my forefathers have done, because they have done great things. ഞാൻ ഫസ്റ്റ് സെഞ്ച്വറി തൊട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇൻ പെർട്ടിക്കുലർ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പൂർവ്വപിതാക്കന്മാർ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് 100 years ചെയ്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ കംഫർട്ട് സോണിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. യു ആർ നോട്ട് ഗെറ്റിംഗ് എ ന്യൂ മാൻഡേറ്റ്. ഇറ്റ്സ് എ ഇയർ എൻഡ്. അടുത്ത വർഷത്തേക്ക് ഇന്ന് കഴിഞ്ഞു, ജസ്റ്റ് ഹാർഡ്ലി വി ഹാവ് ലെസ് ദാൻ 10-12 days. നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ ഈ വർഷത്തെ അനുഗ്രഹങ്ങളും ഈ വർഷത്തെ പ്രയാസങ്ങളും ഒക്കെ ഓർത്ത് പ്രാർത്ഥിച്ച് വി ആർ ട്രൈങ് ടു പുഷ് തിങ്സ് ഓഫ്. പക്ഷേ ദൈവം അത് ആഗ്രഹിക്കുന്ന അടുത്ത സ്റ്റേജിലേക്കാണ്. അതായത് കഴിഞ്ഞതിനെ കുറിച്ച് ഇതല്ല, മുമ്പിലേക്ക് ലാക്കിലേക്ക് ഓടുന്ന പൗലോസിനെ പോലെ നമ്മുടെ ലൈഫ് ഒരു ബ്രോഡർ വിഷന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഒരു എക്സിസ്റ്റിംഗ് കാണുന്ന കാര്യമല്ല, സംതിങ് ബിയോണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് ഒരു എക്സിസ്റ്റിങ്ങിലെ കുറവ് കണ്ടിട്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി യു ഡു സംതിങ് ന്യൂ. ഐ എം നോട്ട് ടോക്കിംഗ് ആ ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഡിസയറിലുള്ള കാര്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ ആഗ്രഹിച്ചിട്ട് സ്പിരിറ്റ് ഓഫ് ഗോഡ് കിങ്ഡം ഫോർവേഡ് ചെയ്യാൻ വേണ്ടി എന്നെ യൂസ് ചെയ്യണമേ എന്നുള്ള ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ഒരു കാലത്ത് ജോൺ വെസ്ലി അവരൊക്കെ പ്രാർത്ഥിച്ച പോലെ ആ ഒരു ഡി.എൽ. മൂഡിയൊക്കെ വരുന്ന ഒരു കാലഘട്ടം, ഒരു റിവൈവലിൻ്റെ കാലഘട്ടം. ഈവൻ ബില്ലി ഗ്രഹാം ടു ദാറ്റ് പോയിൻറ്റ് ഒരു ഗ്ലോബൽ റിവൈവലിൻ്റെ അംബാസിഡറായിട്ട് ദൈവം വെച്ചു. അങ്ങനെ ഒരു പോയിൻറ്റിലേക്ക് നമ്മൾ മുമ്പോട്ട് കടന്നു വരാൻ, ആ അതിരുകളെ വിസ്താരമാക്കണം ദൈവമേ. ഐ ഡോണ്ട് വാണ്ട് ടു ലിമിറ്റ് മൈസെൽഫ് ഇൻ ടു ദി തിങ്സ് വാട്ട് ഐ ഹാവ് സീൻ ആൻഡ് ഹേർഡ്, ബട്ട് ഐ വാണ്ട് യു ടു ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ വിച്ച് ദ സ്പിരിറ്റ് വിൽ ലീഡ് മീ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന അറ്റ്ലീസ്റ്റ് ലെവൽസ് ഉണ്ടെന്ന്. അതുവരെ നമ്മളെല്ലാം ഒന്നാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന, അറ്റ്ലീസ്റ്റ് വെൻ യു സ്റ്റാർട്ട് റീഡിങ് ദ ബൈബിൾ. ഇപ്പം ഒരുപക്ഷെ അത് ആദ്യമായിട്ട് വായിച്ച ആൾക്ക് ഓൾറെഡി ആ തോട്ട് ആദ്യം വന്നേക്കാം, ബട്ട് ഐ എം നോട്ട് സെയിങ് ദാറ്റ്.
ഒരു പക്ഷേ പൗലോസ് അത് എഴുതിയിരുന്നില്ലെങ്കിൽ വി ഹാവ് നോ ഐഡിയ ദാറ്റ് ദർ ഇസ് സംതിങ് ലൈക്ക് തേർഡ് ഹെവൻ എക്സിസ്റ്റ് എന്നുള്ളത്. അപ്പം ആ പൗലോസിനുള്ള റെവലേഷൻ വന്നതുകൊണ്ടാണ് വി ആർ ഹാവിങ് ദിസ് എന്താ പറയുക പ്രീ ഡിഫൈൻഡ് നോളജ് ദാറ്റ് ദർ ഇസ് ആക്ച്വലി എ തേർഡ് ഹെവൻ ഓർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹെവൻ. വട്ട് എവർ ഇറ്റ് ഇസ്. ആ ഒരു ഇതിൽ കാര്യം ഞാൻ ആ ടോപ്പിക്കിലേക്ക് മനസ്സ് പോകാനല്ല ഞാൻ പറഞ്ഞത്. പൗലോസിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഹോളി സ്പിരിറ്റ് കൊടുത്തതുകൊണ്ട് നൗ വി നോ ദിസ്. What is that we can give it to the next generation if Jesus doesn't come back soon for some reason? We are expecting him any moment. Imminent return ആണ്. I believe it. അതിന് യാതൊരു ഡൗട്ടുമില്ല. എനി മോമെൻറ്റ് ഈവൻ വൈൽ ഐ എം പ്രീച്ചിങ് സംഭവിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാം വരവ് ആ കാര്യം ഉള്ളപ്പോൾ തന്നെ you can still look at God and see, God, you want me to do something beyond this. സൗത്ത് ആഫ്രിക്കയിൽ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ആംഗസ് ബുഖാൻ എന്നാണ്. അദ്ദേഹം ഒരു ഫാർമറായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലെല്ലാം സൗത്ത് ആഫ്രിക്കയിൽ വലിയ ഡ്രൗട്ടും ഇറിഗേഷൻ ചാനൽസൊക്കെ വളരെ കുറവായിരുന്നൊരു കാലമാണ്. അപ്പോൾ അദ്ദേഹം താൻ റീലൊക്കേറ്റ് ചെയ്തു സൗത്ത് ആഫ്രിക്കയ്ക്ക്. താൻ സാംബിയയുടെ എവിടെയായിരുന്നു. താൻ റീലൊക്കേറ്റ് ചെയ്തു. താൻ ബേസിക്കലി ഒരു സ്കോട്ടിഷ് ഒറിജിനുള്ള സാംബിയയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. സോ ഹീ ഈസ് ആക്ച്വലി വെൽ അവെയർ ഓഫ് ദ ലാൻഡ് ക്ലൈമറ്റ്. അപ്പോൾ ആംഗസ് ബുക്കാൻ അവിടെ വെച്ചിട്ട് ജീവിക്കാനിടയായി. താൻ എന്നിട്ട് അവിടുത്തെ പ്രയാസങ്ങൾ, അവിടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഒക്കെ വന്നപ്പോൾ താൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് വന്നു. ഒരു ബെറ്റർ ലൈഫ്, ഒരു കംഫർട്ട് ലൈഫിലേക്ക് താൻ വന്നു. എൻ്റെ സുലു ഫാമേഴ്സൊക്കെ ആയിട്ട് താൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് താൻ ഒരു പ്രയർ മീറ്റിങ്ങിൽ തൻ്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കാനിടയായി. അതിനുശേഷം തൻ്റെ ആ സംഭവത്തിന് ശേഷം തൻ്റെ ഔട്ട്ലുക്ക് ഒരു കംപ്ലീറ്റ് യൂ ടേൺ ആയി. താൻ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ ആ രാജ്യത്തോടുള്ള ബന്ധം, തൻ്റെ ലൈഫിനോടുള്ള ബന്ധം താൻ ഹൈലി എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ഒക്കറൻസസ് വരാൻ തുടങ്ങി. താൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ ഹീലാകുന്നു. പാതിരാത്രി തന്നെ വിളിച്ചുകൊണ്ട് തനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല, താൻ കരഞ്ഞ ആ വ്യക്തിയുടെ മേൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഹീലായി മരണത്തിൽ നിന്ന് വരെ തിരിച്ചു വന്ന അനുഭവങ്ങൾ തൻ്റെ ലൈഫിൽ റെക്കോർഡഡാണ്. ആ ആംഗസ് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് പറയുന്ന ഒരു ധ്വനിയിലേക്ക് വരുന്നു. താൻ ഒത്തിരി ടെസ്റ്റ് മണി കൊടുക്കാൻ തുടങ്ങി. താൻ ഒരു കിങ്സ് പാർക്ക് സ്റ്റേഡിയം എന്നുകൊണ്ട് വലിയ സ്റ്റേഡിയം വാടകയ്ക്ക് എടുത്ത് വിശ്വാസത്താൽ ഇതെല്ലാം ചെയ്യുന്നത്. അവർ പറഞ്ഞു ഇങ്ങനെയൊന്നും സൂപ്പർ ബൗൾ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല പരിപാടി നടക്കുകയാണെങ്കിൽ പറ്റുള്ളൂ, അല്ലാതെ ഇതിനൊന്നും പറ്റില്ല. ഇവിടുത്തെ എത്ര വലിയ പ്രീച്ചേഴ്സ് പറഞ്ഞിട്ട് പോലും ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നില്ല. ബട്ട് ഹി പ്രേഡ് ആൻഡ് ഹി ബ്രോട്ട് പീപ്പിൾ. തൻ്റെ ലൈഫിൽ ഒരു ട്രാജഡി ഉണ്ടായി. തൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകൻ തൻ്റെ കയ്യിൽ താൻ ട്രാക്ടർ ഓടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വീണ് മരിക്കുന്ന ഒരനുഭവം. തൻ്റെ വിശ്വാസം തകർക്കപ്പെട്ടു. തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ കാലഘട്ടങ്ങളിൽ തൻ്റെ ലൈഫ് വളരെ ടഫാണ്. കാരണം അവിടെ ഡ്രൗട്ടാണ്, വെള്ളമൊന്നുമില്ല, വളരെയധികം എന്താ പറയുക, ആ ദേശം വരണ്ടിരിക്കുന്നൊരു ദേശമാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ക്യാറ്റിൽ ഫാമേഴ്സ് എല്ലാം വളരെ അപ്പോൾ അന്നത്തെ എന്താ പറയുക ടെക്നോളജി യൂസ് ചെയ്തിട്ട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു അന്ന് ഇറിഗേഷൻ ഇല്ലാതെ ഇവിടെ ഫാം ചെയ്യുന്നതിൽ തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷെ ദൈവം തൻ്റെ ഉള്ളിൽ പറഞ്ഞു നീ പൊട്ടറ്റോസ് ഉരുളക്കിഴങ്ങ് നടാൻ. താൻ ചോദിച്ചു എങ്ങനെ ഇത് അസാധ്യമായൊരു കാര്യമാണ്. ഇവിടുത്തെ ഫാർമേഴ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു അവരുടെ കൃഷി ഇറക്കാൻ. കാരണം അത് എന്താ പറയുക, ഫോർകാസ്റ്റ് പറയുന്നത് അതിന് ഡ്രൗട്ടിൻ്റെ കാലമാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് പറയുകയാണ് കൃഷി ഇറക്കാൻ. അങ്ങനെ താൻ കൃഷി ഇറക്കാൻ തുടങ്ങി. അൺപ്രസിഡൻറ്റഡ് ഡ്രൗട്ടിൽ താൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ആദ്യം അത് നശിച്ചു പോവുകയാണ്, അത് നടക്കുന്നില്ല. താൻ പിന്നെയും കൃഷി രണ്ടാമത് ഇറക്കുന്നു. ഒരു ഹെവി റിസ്ക് എടുത്തിട്ട് ഇറക്കുകയാണ്. ബിക്കോസ് ഹെവി റിസ്ക് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റൽ റിസ്ക് അല്ല, ബട്ട് ഹീസ് പുട്ടിങ് ഹിസ് ഫെയ്ത്ത് ഇൻ എ തിങ് വിച്ച് ക്യാൻ നോട്ട് ബി കോംപ്രിഹെൻഡഡ്. ബിക്കോസ് അത് അത് എന്താ പറയുക, അത് എന്താ തിരിച്ചടിച്ചാൽ അതിൽ നിന്ന് പിന്മാറുന്ന ആ വിശ്വാസത്തിൻ്റെ ചുവടിൽ നിന്ന് പിന്മാറേണ്ടതായ നിർബന്ധം തൻ്റെ മേൽ വരും. സ്വന്തം കാര്യമായിട്ടോ, ഞാനൊരു ജനത്തിൻ്റെ അതല്ല. താൻ എന്നിലും ആ റിസ്ക് എടുത്തിട്ട് താൻ ആ പുതിയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഗൈഡൻസിലേക്ക് വേണ്ടി ഈസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ടു പ്ലാന്റ് ദ പൊട്ടറ്റോസ് ഇൻ ഡ്രൈ ഡസ്റ്റ്. താൻ ചെയ്തു. ഹാർവസ്റ്റ് ടൈം വന്നപ്പോൾ താൻ ഒത്തിരി പ്രാർത്ഥിച്ചു. തനിക്ക് വലിയ ഉരുളക്കിഴങ്ങ് ജൈൻറ്റ് പൊട്ടറ്റോസ് എന്ന് പറഞ്ഞിട്ട് തനിക്ക് ലഭിക്കാനിടയായി. ഇത് താൻ ഒരു ബുക്കായിട്ട് എഴുതിയിട്ട് അത് ഒരു ക്രിസ്ത്യൻ മൂവിയായിട്ട് വന്നു, ഫെയ്ത്ത് ലൈക്ക് പൊട്ടറ്റോസ് എന്ന് പറഞ്ഞിട്ട്. അതെൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വലിയൊരു
എനിക്ക് എന്നെ വളരെ ഇൻസ്പയർ ചെയ്യുന്ന ആ മൂവി കാണുമ്പോൾ, ഇന്ന് ബുക്ക് വായിക്കാൻ നമുക്ക് ബുക്ക് ലഭ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബൂസ്റ്റ് യുവർ ഇമാജിനേഷൻ. പക്ഷേ തീർച്ചയായിട്ടും ആ മൂവി നിങ്ങൾ കാണണം. ഫെയ്ത്ത് ലൈക്ക് പൊട്ടറ്റോസ് എന്നാണ് അതിൻ്റെ പേര്. അത് സൗത്ത് ആഫ്രിക്കൻ ക്രിസ്ത്യൻ മൂവി. അതിൽ തൻ്റെ വിശ്വാസത്തെ വളരെ ക്ലിയറായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹീസ് ആക്ച്വലി തൻ്റെ അന്നത്തെ വിശ്വാസത്തിൽ വന്ന തൻ്റെ പാസ്റ്റർ പോലും ഞെട്ടിപ്പോയി. കാരണം അതിനപ്പുറമായിട്ടുള്ള ഒരു വിഷൻ എൻലാർജ് ചെയ്തിട്ടാണ് താൻ കാണുന്നത്. ഒരു സ്റ്റേഡിയം വാടകയ്ക്ക് എടുക്കുന്നു, പ്രസംഗിക്കുന്നു, ഒരു ക്രോപ്പ് നടണ്ട എന്ന് ജനറലി ഫോർകാസ്റ്റ് ഉള്ള സമയത്ത് ദൈവാത്മാവിൽ, സോ ബേസിക്കലി അഡ്വാൻസിങ് ഇൻ ദ സ്പിരിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ദൈവരാജ്യത്തിൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ സ്പിരിറ്റാണ്. അത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല. പലപ്പോഴും നമ്മളിത് വാക്യം പറയാൻ ഉപയോഗിക്കുന്നത് വി യൂസ് ആർ ഇൻ്റലക്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടു മേക്ക് ഷുവർ ദാറ്റ് തിങ്സ് ആർ ഡൺ ഇൻ ആർ വേ. ഓഫ് കോഴ്സ് ഗോഡ് ഹസ് ഗിവൺ എസ് കോമൺ സെൻസ്, ഐ ബിലീവ് ഇറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ഫെയ്ത്ത് ഇസ് ആൻ ഇൻ്റലിജൻറ്റ് ഡിസിഷൻ. പക്ഷേ അതിനപ്പുറമായിട്ട് ദ ഇനീഷ്യേറ്റീവ് ഹാസ് ടു കം ഫ്രം ദ ലോർഡ്. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ത്രൂ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. സോ ഇവിടെ എബേസ് പ്രാർത്ഥിക്കുന്ന എൻലാർജ് മൈ കോസ്റ്റ്, എൻലാർജ് മൈ ടെറിട്ടറി, എൻലാർജ് മൈ ലൈൻ, എൻലാർജ് മൈ ലിമിറ്റേഷൻസ്, എൻലാർജ് മൈ വിഷൻ. Not just for my ministry, but for the whole body of Christ. എൻ്റെ കമ്മ്യൂണിറ്റിയല്ല, ഞാൻ ഒരു വേൾഡിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു മനുഷ്യനായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കണമേ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ദാറ്റ് യു വുഡ് ബ്ലെസ് മീ, ദാറ്റ് യു വുഡ് ബി വിത്ത് മീ. ആ ബ്ലെസ്സിങ് ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കാൻ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബ്ലെസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അല്ലേ. ആ ഒരു അവസ്ഥയിൽ ദാറ്റ് ഇഫ് യു അബൈഡ് ഇൻ മീ ആൻഡ് my words abide in you, you shall ask what you will and it shall be done to you. അല്ലേ, ആ അവസ്ഥയിലേക്ക്, ആ ബ്ലെസ്സിങ്ങിലേക്ക് വരാൻ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതാണ്, ആൻഡ് ദിസ് ഇസ് ദ കോൺഫിഡൻസ് ദാറ്റ് വി ഹാവ് ഇൻ ഹിം. 1 യോഹന്നാൻ 5:14 പറയുന്നു, ഇഫ് ഹി ആസ്ക് എനിത്തിങ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ ഹി വിൽ ഹിയർ അസ്. അപ്പോൾ ഇവിടെ എബേസ് അത് തന്നെ പ്രാർത്ഥിക്കുന്നത്, ലോർഡ് യുവർ ഹാൻഡ് ബി വിത്ത് മീ. ഒരു ഗൈഡൻസായി, ഒരു പ്രൊട്ടക്ഷനായി, ഒരു കംഫേർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്നാണ് എബേസ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, എൻലാർജ് മൈ ടെറിട്ടറി ആൻഡ് യു ഹാൻഡ് ബി വിത്ത് മീ, കീപ് മീ ഫ്രം ഹാം. സോ വി ആർ ലിവിങ് ഇൻ എൻ ഈവിൾ വേൾഡ്, എവറിബഡി നോസ്. സോ ഹാം ഇസ് ഇമിനൻറ്റ്. കഷ്ടത, സങ്കടം എല്ലാം ഉണ്ട്. അതിൽ കർത്താവ് പ്രാർത്ഥിച്ച പറയുന്നുണ്ട്, ഡെലിവർ അസ് ഫ്രം ഈവിൾ. ലോർഡ്സ് പ്രയറിൽ പറയുന്നുണ്ട്. അപ്പോൾ ദൈവമേ, എന്നെ കഷ്ടതയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ശത്രുവിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഈവിൾ എൻവയോൺമെൻറ്റിൽ നിന്ന് രക്ഷിക്കണമേ. അതൊരു പ്രയർ ഭക്തർ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ കീപ് മീ ഫ്രം ഈവിൾ അല്ലേ. ദൈവത്തിന് നമ്മളെ ഇത് ചെയ്യാൻ പറ്റും, നമ്മളത് ഗ്രീവ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരരുത്. ഇപ്പം എന്താ പറയുക, എപ്പോഴും ദൈവം കഷ്ടതയിൽ തന്നെയല്ല, നമ്മൾ അതിൻ്റെ ആ സുബോധം കഷ്ടതയിൽ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം അത് മാറ്റാൻ ഹൈ ചാൻസ് ഉണ്ട്. ആ ഒരു ബ്യൂട്ടിഫുൾ വേൾഡിൽ പെയിൻ ഈസ് ഓൾവേസ് ദെയർ. പെയിൻ ആൻഡ് ടെംപ്റ്റേഷൻ ആൻഡ് സഫറിങ് ഈസ് ഓൾവേസ് ദെയർ. അത് ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ലൈഫിൽ എൻ്റെ മനസ്സിനോട് പറയുന്നൊരു കാര്യമാണ്, യു ഹാവ് ടു ബി ഇൻ ദിസ് വേൾഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് ലൈക്ക് സഫറിങ് ആൻഡ് പെയിൻ. അതാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തിൽ ജയിച്ചിരിക്കുന്നു. സോ ആർ കോൺഫിഡൻസ് ഇസ് ഇൻ ഗോഡ്. ജീസസ് വാസ് വൺ ദ വേൾഡ്. അപ്പം ഇൻ എ സെൻസ്, അപ്പം ഇതിനകത്ത് പറയുന്ന നമ്മൾ ശക്തിയാലല്ല, പ്ലീസ് കീപ് മീ ഫ്രം ഹാം സോ ദാറ്റ് ഐ വിൽ ബി ഫ്രീ ഫ്രം പെയിൻ. ഈ പെയിൻ ഒരു അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല. ഒരു കോമൺ കോൾഡ് വന്നാൽ ഉണ്ടാകുന്ന പെയിന്, നമ്മുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥയിലും വരുന്ന പെയിൻ ഭയങ്കരമാണ്. അതൊരു പക്ഷേ കുഞ്ഞുനാളിൽ നമുക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം പെയിന്. ചില കാര്യങ്ങൾ നമ്മൾ വലുതാവും തോറും ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ട് പെയിനാവാം. സോ പെയിൻ കനോട്ട് ബി കോംപ്രിഹെൻഡഡ്, ഇറ്റ് കനോട്ട് ബി ഓക്കേഡ് എന്നാണ് ഞാൻ പറയാം. ഒരിക്കലും ഒരാളുടെ പെയിൻ ഓക്കെ സാരമില്ല നമ്മൾ പറയും, നമ്മളത് പറഞ്ഞേ പറ്റും, ബിക്കോസ് യു ആർ ലിമിറ്റഡ് ഇൻ വേർഡ്സ്. പക്ഷേ ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ഓക്കെ. ഇറ്റ് ഈസ് എ പെയിൻ ദാറ്റ് ദേ ഹാവ് ടു അണ്ടർഗോ ആൻഡ് ഓൺലി ഗോഡ് ഈസ് ബിഗ് എനഫ് ടു കംഫർട്ട് ദം. അപ്പോൾ ആ കംഫർട്ട് ദൈവത്തിൽ നിന്ന് ചോദിക്കുകയാണ് എബേസ്, കീപ് മീ ഫ്രീ ഫ്രം പെയിൻ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ടഫ്നെസ്സിൽ ദൈവം, ആൻഡ് ഗോഡ് ഗ്രാൻഡഡ് ഹിം ദാറ്റ് റിക്വസ്റ്റ് എന്നാണ് പറയുന്നത്. 1 യോഹന്നാൻ 5:15 പറയുന്നുണ്ട്, ആൻഡ് ഇഫ് വി നോ ദാറ്റ് ഹി ഹിയേഴ്സ് വാട്ട് വി ആസ്ക്, വി നോ ദാറ്റ് ഹി വിൽ ഗിവ് അസ് ദ പെറ്റീഷൻസ് ദാറ്റ് വി ഡിസയർ ഓഫ് ഹിം എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം അത് ആഗ്രഹിക്കുന്നു.
നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ. കഷ്ടതയുണ്ട്, പക്ഷെ അതിൽ നിന്ന് ഫ്രീ ആക്കണേ, ഫ്രീ ഫ്രം പെയിൻ. ആ ഒരവസ്ഥ വേദന അനുഭവിച്ച ആൾക്കേ അറിയുള്ളൂ. അതായത് പാപം ചെയ്തവന് ഫൊർഗീവ്നെസ്സിൻ്റെ വില അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ ഒത്തിരി പേര് ഫൊർഗീവ്നെസ് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഐ റിയലി വണ്ടർ വെദർ ദേ ആർ റിയലി അണ്ടർസ്റ്റാൻഡിങ് ദ റിയൽ മീനിങ്. പക്ഷേ ഒരുവൻ പാപം ചെയ്താൽ, നിങ്ങൾ ഒരു പാപം ചെയ്താൽ, ഞാനൊരു പാപം ചെയ്താൽ, then you are desperate to get that forgiveness from God. ആ ഫോർഗീവ്നെസ്സിന് അപ്പോൾ ഒരു ഭയങ്കര സ്വീറ്റ്നെസ് ഉണ്ട്. ആൻഡ് ഗോഡ് ഇസ് അക്സെപ്റ്റിംഗ് യു. നിങ്ങളുടെ പ്രാഗൽഭ്യം, മനുഷ്യരല്ല ദൈവം. മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പല ഗിമ്മിക്സും കാണിക്കാം. ഒരു പാവം ചെയ്ത് കവറപ്പ് ചെയ്യാൻ നമുക്ക് ഈസിയാണ്. ആൻഡ് ദെൻ ഗോഡ് വിൽ എക്സ്പോസ് ഇറ്റ് വൺ ഡേ, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. പക്ഷേ വെൻ ഗോഡ് forgives your shortcomings, when God forgives your sinful desires, when God forgives your sin, that's something sweet of Lord to give it to you, because our forgiveness experience is ആൾക്ക് അത് യഥാർത്ഥ മീനിങ് അറിയുള്ളൂ. സെയിം വേ ആ പെയിനിൽ നിന്ന് ദൈവം എടുത്തു കളഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് അതിനുള്ള ഫ്രീഡം ഉള്ളൂ. അതാ ഫ്രീ ഫ്രം പെയിൻ എന്ന് പറയുന്നത്. നമ്മൾ 1 പത്രോസ് അല്ലെങ്കിൽ യോഹന്നാൻ യാക്കോബിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ ഇതിനോട് ചേർന്നിട്ട് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 1 യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. എലൈജ വാസ് എ ഹ്യൂമൻ ബീയിങ് ഈവൺ ആസ് വി ആർ. നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. He prayed earnestly that it would not rain, and it did not rain on that land for 3.5 years. 3.5 വർഷം അവിടെ മഴ ഉണ്ടായില്ല എന്നാണ്. സമസ്വഭാവമുള്ള മനുഷ്യൻ, ദാറ്റ് മീൻസ് ലൈക്ക് യു ആൻഡ് മീ. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പറയണ എഗെയിൻ ഹി പ്രേഡ് ആൻഡ് ദ ഹെവൻസ് ഗേവ് റെയിൻ. അതായത് ദൈവം അവിടെ മഴ നൽകി. ആൻഡ് ദി എർത്ത് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്സ് ക്രോപ്പ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ചേർന്നുകൊണ്ട് പറയാൻ പറ്റുന്ന ഈ 2 കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർപ്പിച്ചത്. എബ്ബേസിൻ്റെ ഒരു പ്രാർത്ഥന ദൈവം ഗ്രാൻഡ് ചെയ്തു. ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം ഗ്രാൻഡ് ചെയ്തു. ഏലിയാവ് ഒരു പ്രവാചകനാണ്, ഭയങ്കര ഹൈ പ്രൊഫൈലുള്ള ആളാണ്, ചിന്തിക്കാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് ഹി വാസ് എ ഹ്യൂമൻ ബീയിങ് ഈവൺ ആസ് വി ആർ. സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. എബ്ബേസ് താൻ വ്യസനപുത്രനായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽ നാം കഷ്ടതയിലും പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലും നമ്മുടെ വേദനയിലുമായിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഐ ആം ബോൺ ലൈക്ക് ദിസ്, ഐ ആം ലൈക്ക് ദിസ് എന്ന് പറഞ്ഞ് വിധി പറയാതെ, ദൈവം എന്നെ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, സോ ഐ വിൽ റദർ സഫർ ആൻഡ് റോട്ട് ആൻഡ് ഡൈ എന്ന് പറയണം വാശി പിടിക്കാതെ നാം ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ എന്താ പറയുക, ഇതിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ പുതുവർഷത്തിൽ. എബേസ് പറഞ്ഞു, ഓ ദാറ്റ് യു വുഡ് ബ്ലെസ് മീ ആൻഡ് എൻലാർജ് മൈ ടെറിട്ടറി. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിന് വേണ്ടി, നമ്മുടെ അതിരുകളെ വിസ്താരമാക്കാൻ വേണ്ടി, മെറ്റീരിയലിസ്റ്റിക്കലി മാത്രമല്ല സ്പിരിച്വലി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്പിരിച്വലി ദാരിദ്ര്യം അനുഭവിക്കുന്നെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ബ്ലസ് ചെയ്യാൻ കഴിയും. ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യമാണ്. അറ്റ്ലീസ്റ്റ് ദേ റെക്കഗ്നൈസ് ദ ദേ ആർ പുവർ ഇൻ ദ സ്പിരിറ്റ്. അതവിടെ മീൻ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ ദൈവം ബ്ലസ് ചെയ്യാൻ വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയണം, എത്രയധികം നിങ്ങളൊരു നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ ഓരോന്ന് ചോദിക്കുന്നതിന് അഗെയിൻസ്റ്റ് വലിയ കാര്യം മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ എത്രയധികം തരും, അല്ലെങ്കിൽ അതിന് ദോഷമായിട്ടൊന്നും ദൈവം ചെയ്യുന്നില്ല. സോ ഇന്ന് പകൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ്. വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ് യു കനോട്ട് ലീഡ് എ സക്സസ്ഫുൾ ഓർ എ ജോയ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്. സക്സസ്ഫുൾ ഇസ് എ റോങ് വേർഡ് ഐ തിങ്ക്. ഒരു ജോയ്ഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഫോർ എ ക്രിസ്ത്യൻ സഫറിങ് വളരെ ചെറുതായിട്ടാണ് നാം കണ്ടത്. റിജോയ്സിങ് അല്ലെങ്കിൽ ജോയ്ഫുൾനെസ് സൂപ്പർഫിഷ്യലാണ്. സൂപ്പർഫിഷ്യൽ അല്ല, ഫണ്ടമെൻ്റലാണ്. സഫറിങ് ഇസ് സൂപ്പർഫിഷ്യൽ, സോറി. അപ്പോൾ ആ സഫറിങ് കുറച്ച് നേരത്തേക്ക് സഫറിങ്ങിന് വേണ്ടി ആ ജോയ് നമ്മൾ എന്ത് ചെയ്യും, ഒതുക്കി അതിനെ ഫണ്ടമെൻ്റലായിട്ടുള്ള സംഭവത്തെ പുറത്തു കൊണ്ടുവരാതെ വി പ്രൊക്ലെയിം a lot of things. But in order for your life to become joyful, rejoice in suffering, as the Bible says, you need to have the comfort or the fellowship of the Holy Spirit.
ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ആ റിജോയ്സിങ് നടക്കുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അനുഭവിപ്പാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുക. നോട്ട് ടു റോട്ട് ഔട്ട് ഇൻ സഫറിങ്. ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യൻ, ഇവിടെ മഴ പെയ്യില്ല എന്ന് താൻ പറഞ്ഞപ്പോൾ ദൈവം അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനത്തെ ഒരു മനുഷ്യനെ നമ്മുടെ സുഹൃത്തായി കൊണ്ടു നടക്കാൻ സുഖമല്ല ഇങ്ങനെ പറയുന്ന പോലെ. പക്ഷേ വി വിൽ യൂസ് ദ മെറ്റീരിയലിസ്റ്റിക്കലി, ബട്ട് ദാറ്റ് ഗോഡ് ഡസൻ വോണ്ട്. ഗോഡ് ഇസ് ഗിവൻ യു ദ പ്രിവിലേജ് നൗ. ദൈവം ആ ദൗത്യം, ഏലിയാവിൻ്റെ അതേ പ്രാർത്ഥനയ്ക്കുള്ള അവസരം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ. അതാ പറയുന്നത് ആ ഒരു ഇതിൽ പറയുന്നത്, യോഹന്നാൻ്റെ പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ കോൺഫിഡൻസ് ദാറ്റ് വി ഹാവ് ഇൻ 1 യോഹന്നാൻ 5:14, that we have in him, that if we ask anything according to his will, he will hear us. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അറിയാൻ, that is when you need to spend 40 days. അവിടെയാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവം റെസ്പോണ്ട് ചെയ്തത്. ബിക്കോസ് are you knowing the will of God? ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞിട്ടുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വില്ലിനോട് ചേർന്നിട്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വില. 1 യോഹന്നാൻ 5:16 പറയുന്നത്, ഇഫ് എനി മാൻ സീസ് ഹിസ് ബ്രദർ സിൻ വിച്ച് ഇസ് നോട്ട് അൺ ടു ഡെത്ത്, he shall ask and he shall give him life for them that sin not unto death. This is a sin unto death actually. I do not say that he shall pray for it. അങ്ങനെ ഒരു കാഷൻ അവിടെ വെച്ചിട്ട് താൻ ക്ലോസ് ചെയ്യാണ്. ഈ വിക്കറ്റ്നെസ് ഉള്ള ലോകത്ത്, ഈ കഷ്ടതയുള്ള ലോകത്ത്, ഈ ബുദ്ധിമുട്ടുള്ള ലോകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡെഡ് എൻഡ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവം എനിക്ക് പറ്റില്ല ഇനി മുമ്പോട്ട് പോകാൻ, ഐ എം ഡൺ, ഐ എം ഫെഡ് അപ്പ് എന്നുള്ള സിറ്റുവേഷനിലുണ്ടെങ്കിൽ, ഗാഡ് ഡസ് നോട്ട് സ്റ്റോപ്പ് ദെയർ. അതിനല്ല ദൈവം വിളിച്ചത്. നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ കോളിംഗ്, എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ കോളിംഗ് അവിടെ നിന്ന് നിർത്താനല്ല. ബട്ട് യു ക്യാൻ സ്റ്റിൽ പ്രേ, ഫ്രീ മീ ഫ്രം ദ പെയിൻ എന്ന് പറയാം. ആൻഡ് ഗോഡ് ഗ്രാൻറ്റഡ് ഹിസ് റിക്വസ്റ്റ് എന്നാണ് പറയുന്നത്. തന്നെ ബ്ലസ് ചെയ്യുക മാത്രമല്ല, തൻ്റെ പ്രയാസത്തിൽ നിന്ന് ദൈവം കൂടെ ഇരിക്കുക മാത്രമല്ല, തൻ്റെ ആ ഒരു ദോഷത്തിൽ നിന്ന് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമല്ല, തന്നെ വേദനയിൽ നിന്ന് വരെ ദൈവം കളഞ്ഞു. അപ്പം വേദനയിൽ നിന്ന് ദൈവം തന്നെ ഫ്രീ ആക്കി, തന്നെ ദോഷത്തിൽ നിന്ന് ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു, തൻ്റെ കൂടെ ഇരുന്നു തൻ്റെ അതിരുകളെ വിസ്താരമാക്കി. ഇന്ന് പകൽ സമയം നമ്മുടെ ജീവിതത്തിൽ വേദനയും ദോഷങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമാണെന്ന് ചിന്തിക്കുമെങ്കിൽ, ദൈവം പറയുന്നു അങ്ങനത്തെ ഒരു ജീവിതമല്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ഒരു അവസരം തന്നിട്ടുണ്ട്. ഏലിയാവ് സ്വഭാവമുള്ള മനുഷ്യൻ, താൻ പ്രാർത്ഥിച്ചു, 3.5 വർഷം മഴയുണ്ടായില്ല, പിന്നെ താൻ പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ റിക്വസ്റ്റ് ഗ്രാൻറ്റ് ചെയ്ത് മഴ പെയ്തു. നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല മഴയ്ക്കുള്ള ചാൻസ് ദൈവം ഒരുക്കി തരും. ഇറ്റ് വിൽ റെയിൻ ആൻഡ് യു വിൽ ഫ്ലറിഷ്. ആംഗസ് ബർക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഒരു അൺപ്രസിഡൻ്റ് ആയിട്ടുള്ള ഡ്രൗട്ട് വന്ന സമയത്ത് എന്തു ചെയ്യണമെന്ന് തൻ്റെ ഉള്ളിൽ ദൈവം പറഞ്ഞ ശബ്ദം താൻ അനുസരിച്ചപ്പോൾ തൻ്റെ അവിടെ ജൈൻറ്റ് പൊട്ടറ്റോസ് താൻ ഹാർവെസ്റ്റ് ചെയ്യാനിടയായി, വിച്ച് ഇസ് സംതിങ് റിമാർക്കബിൾ. ആൻഡ് ദാറ്റ്സ് ദ ട്രൂത്ത്. ആൻഡ് യു ക്യാൻ വാച്ച് ഇറ്റ് ഇൻ ഹിസ് മൂവി ഫെയ്ത്ത് ലൈക്ക് പൊട്ടറ്റോസ് എന്ന് പറയുന്ന പോലെ, ആ ഒരു സംഭവം നമ്മളിൽ വരുവാൻ, ആ ഫെയ്ത്ത് നമ്മളിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ പ്രാർത്ഥനയുടെ പോയിന്റിലേക്ക് വരണം. ഒത്തിരി ഇങ്ങനെ സാധാരണ മനുഷ്യരെ പോലെ ഇങ്ങനെ എന്താ പറയുക, ജൽപ്പനം ചെയ്യുന്നുള്ള അവസ്ഥയല്ല ഞാൻ പറയുന്നത്. എ റിയൽ പ്രെയർ അക്കോർഡിംഗ് ടു ഹിസ് വിൽ. ഫോർ ദാറ്റ് യു നീഡ് ടു റീഡ് ദ ബൈബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് വിൽ ഇസ്. ദെൻ യു നീഡ് ടു മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്. ദെൻ നീഡ് ടു ഫാസ്റ്റ് ആൻഡ് പ്രേ ഫോർ ഇറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്യുവർ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ആൻഡ് ദെൻ ഇഫ് യു പ്രേ, ദെൻ the response from God is immediate. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയാസമോ വേദനയോ എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ തകിടം മറിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം. ഞാനിതിങ്ങനെയല്ല വിചാരിച്ചതെന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. നമ്മുടെ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുമോ എന്ന് ഭയപ്പെട്ട് നമ്മൾ ജീവിക്കുന്നവരായിരിക്കാം. എൻ്റെ പാപം ഇനി എന്തു ചെയ്യും, ഞാൻ ആരോട് തുറന്നു പറയുമെന്ന് വിചാരിച്ച് ഒരു പാപത്തിൻ്റെ അവസ്ഥയിൽ തുടരുന്നവരായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, ഐ വിൽ ഫ്രീ യു ഫ്രം പെയിൻ. എബേസിൻ്റെ റിക്വസ്റ്റ് ഗ്രാൻറ്റ് ചെയ്ത ദൈവം നമ്മുടെ റിക്വസ്റ്റ് ഗ്രാൻറ്റ് ചെയ്യുവാനും ശക്തൻ. ഒരു വാക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രമേ.
കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും പ്രയാസങ്ങളും കഷ്ടതകളും നിന്ദകളും നാണക്കേടുകളും എല്ലാം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പാപങ്ങളെല്ലാം ഉണ്ട് കർത്താവേ. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ നല്ല വിഷൻ ഞങ്ങളുടെ മനസ്സിലേക്ക് തരണമേ. ദൈവമേ, ഡിസയർ ഗ്രാൻഡ് ചെയ്യുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെന്ന് ഞാൻ, എന്നാൽ ഹൂവർ പ്രൈസ് അക്കോർഡിംഗ് ടു യുവർ വിൽ എന്നാണ്. നിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നവന് നിൻ്റെ മറുപടി സ്പോണ്ടേനിയസ് ആണ്. ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. എബേസിൻ്റെ പ്രാർത്ഥന പോലെ ഞങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കണം. ഞങ്ങളുടെ ലിമിറ്റേഷൻസിനെ മാറ്റി ഒരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യലുള്ള വ്യക്തിയായിട്ട് ദൈവമാണ്. ഞങ്ങൾ സ്വഭാവമുള്ള മനുഷ്യരാണ് ഏലിയാവിനെ പോലെ. എന്നാൽ ഒരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഞങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളിൽ നിന്നല്ല കർത്താവെ, അങ്ങയിൽ നിന്ന് തുടങ്ങുവാൻ ഞങ്ങളെ ദൈവം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളോട് സംസാരിക്കണം. ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തരണം. ദൈവമേ, ദ ബ്ലൂ പ്രിൻറ്റ് ഓഫ് യുവർ മിനിസ്ട്രി, ദ ബ്ലൂ പ്രിൻറ്റ് ഓഫ് മൈ ലൈഫ് ഞങ്ങളോട് ദൈവം കാണിച്ചു തരണമേ കർത്താവ്. അത് ഞങ്ങൾക്ക് പറഞ്ഞ് ഞങ്ങളുടെ ഉദ്ദേശത്തിലേക്ക്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് ഞങ്ങൾ അതിനോട് പാർട്ടേക്ക് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഗിഫ്റ്റിനാൽ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരായി, ആത്മാവിൻ്റെ ഫലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവരായി തീരുവാൻ ഇവിടെയാക്കണം. ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വി കമ്മിറ്റ് എവ്രിതിങ് ഇൻ ടു യുവർ ഹാൻഡ്സ് ഗോഡ്. എബേസ് പ്രാർത്ഥിച്ച പോലെ കർത്താവ് അതിരുകളെ വിസ്താരമാക്കണം. ദൈവമേ, കൂടെ ഇരുന്നുകൊണ്ട് ദൈവം ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയിൽ നിന്ന് ഫ്രീ ആക്കി ദൈവം അവൻ്റെ റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്തു എന്ന് വായിക്കുന്ന പോലെ ഈ വരുന്ന ദിവസങ്ങളിൽ, ഈ വരുന്ന നാളുകളിൽ ഞങ്ങളുടെ റിക്വസ്റ്റ് ദൈവം ഗ്രാൻഡ് ചെയ്തു എന്ന് പറയത്തക്ക രീതിയിൽ ഒരു പുതുമനുഷ്യനാക്കി ഞങ്ങളെ മാറ്റണമേ. യേശുവിൽ ഞങ്ങൾ അബൈഡ് ചെയ്യുകയും കർത്താവെ, യേശു ഞങ്ങളിലും ഞങ്ങൾ യേശുവിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ ഹിതമറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് ബൈബിൾ പറയുന്നു. അപ്രകാരം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കേൾക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാവരും ദൈവം ബ്ലസ് ചെയ്യണം. ഏത് പ്രയാസത്തിനുമേലും ചവിട്ടി നിൽക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനകേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.